CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനുണ്ട്, മന്ത്രി വി അബ്ദുറഹ്മാൻ ഉണ്ട്, ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുണ്ട്, PK സൈനബ ഉണ്ട്. ഇത്രയും പേരാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇവിടെയുണ്ട്. പുറത്ത് എം സ്വരാജ് പത്രിക സമർപ്പിച്ചിരിക്കുന്നു. പറയൂ സൈഫ്, പറയൂ. സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വലിയ ഒരു റോഡ് ഷോ നടത്തിയല്ല വന്നത്. കുറച്ച് പ്രവർത്തകർ സ്വരാജിനെ അനുഗമിച്ച് വന്നു. പ്രവർത്തകരെല്ലാം വിവിധയിടങ്ങളിൽ പാർട്ടിയുടെ വോട്ട് ചോദിക്കൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നാൽ മതി എന്ന പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ റോഡ് ഷോ സംഘടിപ്പിക്കേണ്ടതില്ലെന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ചത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. എത്ര പേർ സ്ഥാനാർത്ഥികളാകും എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത ഉണ്ടാകും നിഷാദ്. കാരണം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടാകുമെന്ന അന്തിമ ചിത്രം അത് 5-ാം തീയതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്ര പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത ഉണ്ടാകും. 5-ാം തീയതിയാണ് ഇതിൻ്റെ അന്തിമ ചിത്രം നമുക്ക് അറിയുക. CPM മത്സരിക്കുന്നുണ്ട്, UDF മത്സരിക്കുന്നുണ്ട്, LDF മത്സരിക്കുന്നുണ്ട്, അൻവർ മത്സരിക്കുന്നുണ്ട്, BJP മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് ശിവസേനയുടെ സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വതന്ത്രരായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവമാണ് നമുക്ക് പറയാൻ കഴിയുക. ഒരു ചതുഷ്കോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം BJPക്ക് അങ്ങനെ ഒരു വോട്ടുള്ള സ്ഥലമല്ല. കഴിഞ്ഞ തവണയൊക്കെ അവർക്ക് 6500 പേരെ വോട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടൊരു ചതുഷ്കോണ പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല. ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം മുൻ MLA ആയിട്ടുള്ള ആളാണ് ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹം ഒരു പ്രത്യേക മുന്നണി രൂപീകരിച്ചുകൊണ്ട് സ്വന്തമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു രീതിയിലേക്ക് എത്തിച്ചേരും. അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും രണ്ട് മുന്നണികളെ സംബന്ധിച്ചും നിർണായകമാണ്. എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അൻവർ തന്നെ ഇന്നലെ പറയുന്നതനുസരിച്ചാണെങ്കിൽ 25,000 വോട്ടൊക്കെ തനിക്ക് പിടിക്കാൻ കഴിയും എന്നാണ് അൻവർ പറയുന്നത്. 25,000 വോട്ട് പിടിച്ചാൽ അത് ഏത് മുന്നണിയുടേതായിരിക്കും എന്ന് വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ രണ്ട് മുന്നണികളുടെ കണക്ക് കൂട്ടൽ ഒരു 12,000 വോട്ട് ഒക്കെ അൻവർ ചിലപ്പോൾ പിടിച്ചേക്കാം. അത് പിടിക്കുന്നതിൽ രണ്ട് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അവകാശവാദങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം അൻവർ പിടിക്കുന്ന വോട്ട് ഞങ്ങളുടെ വോട്ടായിരിക്കില്ല, അത് UDFൻ്റെ വോട്ടായിരിക്കുമെന്ന് LDFൻ്റെ വോട്ടായിരിക്കുമെന്ന് UDFും പറയുന്നുണ്ട്. അത് 23-ാം തീയതി മാത്രമേ ആരുടെ വോട്ടാണ് അൻവർ പിടിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ്. കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് 2700 വോട്ടുകൾക്ക് മാത്രമാണ് അൻവർ ഇവിടെ ജയിച്ചത്. അതുകൊണ്ട് ഓരോ വോട്ടും നിർണായകമായ മണ്ഡലമാണ് ഈ നിലമ്പൂർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വളരെ നിർണായകമായ ആ പോരാട്ടത്തിൽ അൻവർ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരും. സ്വരാജ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അങ്ങനെ പോരാട്ടത്തിൻ്റെ വീറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും തിരക്കിട്ട പ്രചരണ പരിപാടികളാണുള്ളത്. പാർട്ടി അണികൾക്കാണ് കൂടുതൽ പണി എന്നുള്ളതാണ് വസ്തുത. കാരണം എല്ലാ വീടുകളിലും കയറി വോട്ട് പിടിക്കുക, സ്ഥാനാർത്ഥിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എത്തിച്ചേർന്ന് വോട്ട് പിടിക്കുക എന്നുള്ള വലിയ ടാസ്ക് അത് പാർട്ടി അണികൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം വലിയ ആവേശത്തിലാണ്. ആ ആവേശത്തിൽ അങ്ങനെ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രസ്റ്റീജ് പോരാട്ടമാണ്. CPMനെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് തുടർഭരണം എന്ന മുദ്രാവാക്യം അവർ ഉയർത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യം, ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർ എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്ന ചോദ്യത്തിന് പ്രസക്തമായ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു തുടർച്ചയുണ്ടെങ്കിലേ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കൂ. കാരണം 2016 അധികാരത്തിൽ വന്ന് 2021 എത്തിച്ചേർന്നപ്പോൾ കുറേ പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അത് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു തുടർച്ച വേണമായിരുന്നു. ആ തുടർച്ച കിട്ടി. 2021 ഏതാണ്ട് പൂർണ്ണമായിരുന്ന പദ്ധതികൾ അതിൻ്റെ അന്തിമ ചിത്രത്തിലേക്ക് എത്തിച്ചേർന്നത് തുടർഭരണം കിട്ടിയത് കൊണ്ടാണ്. ഇപ്പോൾ ചില പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ തുടർച്ച, അല്ലെങ്കിൽ അത് പൂർണ്ണതോതിൽ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ തുടർച്ച വേണമെങ്കിൽ ഒരു തുടർഭരണം വേണം. അതുകൊണ്ടൊരു തുടർഭരണത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞ കാര്യം. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ MP ജയരാജൻ രാവിലെ ഒരു വേദിയിൽ അദ്ദേഹം സ്വരാജിൻ്റെ പര്യടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയ 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നൽകിയത് ഇടത് സർക്കാരാണ്. അത് PV അൻവറിൻ്റെ പേര് പറയുന്നില്ല. അൻവറിൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ വലിയ അറ്റാക്കിലേക്ക് പോകാതെ അൻവർ വഞ്ചിച്ചു എന്ന പ്രചരണം ശക്തമായി നടത്തുന്നുണ്ട്. ഇടതുമുന്നണി സർക്കാരാണ് 2000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയത് എന്ന്, ആ വികസനത്തിനൊരു തുടർച്ച M സ്വരാജിലൂടെ നിങ്ങൾ നൽകണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ അത് മുന്നോട്ട് കൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനെ
തെരഞ്ഞെടുപ്പ് രംഗം കുറച്ചുകൂടി ചൂടേറിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് നിഷാദ്.